തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും CPI പൊട്ടിത്തെറികൾ വർദ്ധിച്ചു വരികയാണ്. വിനയവിധേയനായ ബിനോയ് വിശ്വത്തിനെതിരെ അവരുടെ അണികൾ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ബിനോയ് വിശ്വം തുടരുന്ന ഈ ഒരു CPIയിൽ അണികൾക്ക് തുടരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി തുടരാൻ താല്പര്യമില്ല എന്നുള്ളൊരു പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ അണികൾക്കിടയിൽ വന്നു തുടങ്ങി. എത്ര കാലം ഈ ബിനോയ് വിശ്വത്തിനെതിരെ ഈ അണികൾ പ്രതിഷേധിക്കും? അല്ലെങ്കിൽ ഈ അണികളുടെ പ്രതിഷേധം കണ്ട് ബിനോയ് വിശ്വത്തിന് മനസ്സ് മാറി ഈ പാർട്ടി അല്ലെങ്കിൽ ഈ നേതൃസ്ഥാനത്ത് നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറാവുമോ? അങ്ങനെ സ്വയം മാറി നിൽക്കുന്ന ഒരു നേതാവൊന്നുമല്ല ബിനോയ് വിശ്വം. പിന്നെ ബിനോയ് വിശ്വത്തിനെതിരെയുള്ള CPIക്കെതിരെ തുടങ്ങിയ CPIക്കുള്ളിൽ തുടങ്ങിയ വിമർശനം അത് ഇപ്പോഴും മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. കാരണം CPMന് വിധേയപ്പെട്ട് CPM പറയുന്നതെല്ലാം അതുപടി അനുസരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം എന്ന വിമർശനം CPIയിൽ ആദ്യം മുതൽ സജീവമാണ്. കൃത്യമായ ഒരു വിഷയത്തിലും CPIയുടെ നിലപാട് മുന്നണിയിലോ മന്ത്രിസഭയിലോ അംഗീകരിക്കപ്പെടാറില്ലായിരുന്നു പിണറായി ഭരണകാലത്ത്. നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ കണ്ടതാണ്. അതിലൊന്നാണ് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ADGPക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യവുമായി ബിനോയ് വിശ്വം MN സ്മാരകത്തിൽ നിന്ന് AK സെന്ററിൽ പോവും, തിരിച്ചു വരും. MN സ്മാരകത്തിൽ നിന്ന് AK സെന്ററിൽ പോവും, തിരിച്ചു വരും. ഇത് നമ്മൾ പലതവണ കണ്ടതാണ്. എത്ര തവണ അവിടെ കയറി ഇറങ്ങിയിട്ടാണ് അജിത് കുമാറിനെ ഒരു ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒരു ചെറിയ നടപടി പോലും സ്വീകരിപ്പിക്കാൻ CPI കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞതെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലും ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ അത് പ്രകടമായി തന്നെ വരികയും ചെയ്തു. ഓരോ കമ്മിറ്റികളിലും ഈ കാര്യങ്ങൾ പറഞ്ഞ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതിനൊപ്പമായിരുന്നു PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ഒപ്പിടാനുള്ള CPMന്റെ തീരുമാനം. പിണറായി വിജയൻ തീരുമാനിച്ചു, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടു. മന്ത്രിസഭയിൽ ചർച്ചയില്ല, മുന്നണിയിൽ ചർച്ചയില്ല. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്താനുള്ള നീക്കം എല്ലാം വിഴുങ്ങിയായിരുന്നു പോയി ഒപ്പിട്ടത്. ഇത് ഒപ്പിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് CPI ഈ വിവരം അറിഞ്ഞത്. അന്നും CPIയിലെ ഈ ബിനോയ് വിശ്വത്തിനെതിരെ തന്നെയാണ് വിമർശനം ഉണ്ടായത്. അന്നും വലിയ വിമർശനമുണ്ട്. അന്ന് പിടിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം ഉയർത്തുകയും നിരവധി തവണ ചർച്ച ചെയ്യുകയും സർക്കാർ അതിൽ നിന്ന് പിന്മാറുന്നു എന്നൊരു ആശ്വാസകരമായ തീരുമാനം CPIക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഈ വിമർശനങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ബിനോയ് വിശ്വത്തെ കീറി പരിശോധിച്ചാണ് സഖാക്കൾ വിമർശിച്ചത്. പിന്നെ ഒരു വിഭാഗീയതയുടെ പ്രശ്നം ഉണ്ടാക്കാനുള്ള ശക്തി മറുവിഭാഗത്തിനുള്ള ഇല്ലാതിരുന്നത് കൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് വീണ്ടും ഒരിക്കൽ കൂടി അവസരം ലഭിച്ചു എന്ന് പറയാം. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ എന്താണ്, പൂർണ്ണമായും ഭരണവുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ, 8 സീറ്റ് മാത്രം ജയിച്ച് മൂലക്കിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനം വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ, പല സ്ഥാനാർത്ഥികളും പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുടെയോ അവരുടെ ഒന്നും നിർദ്ദേശങ്ങൾ പാലിക്കാതെ സംസ്ഥാന സമിതിയിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് CPIയിലെ വിമർശനം. ആ തരത്തിലുള്ള വിമർശനം ഇപ്പൊ കടുക്കുന്നതാണ് കണ്ടത്. ഈ വിമർശനം കടുക്കുകയും അത് തനിക്കെതിരെ വലിയ ഒരു വികാരമായി ഉയരും എന്ന് ഉറപ്പാക്കി തന്നെയാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കണമെന്ന ഒരു പുതിയ ആവശ്യവുമായി ബിനോയ് വിശ്വം ഇറങ്ങിയത്. ബിനോയ് വിശ്വം എന്താണ് പറയുന്നത്, പാർട്ടിക്ക് അർഹമായ ഏതെങ്കിലും പദവി വാങ്ങി എടുത്തില്ലെങ്കിൽ തന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടും എന്നുള്ള ഒരു ആലോചനയിലാണ് ഈ ഒരു നീക്കം നടത്തിയത്. എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെയും പരാജയപ്പെട്ടു. CPM ചർച്ച നടത്തി, ഉഭയകക്ഷി ചർച്ച നടത്താം, പിറ്റേ ദിവസം രാവിലെ ഉഭയകക്ഷി ചർച്ച നിശ്ചയിക്കുന്നു. അതിന്റെ തലേ ദിവസം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറയാണ് ഉപനേതൃസ്ഥാനം ആർക്കും കൊടുക്കില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, എല്ലാ കാലത്തും CPM തന്നെയാണ് ആ പദവി വഹിച്ചിരുന്നത്, CPIക്ക് കൊടുക്കില്ല എന്നാണ്. പിന്നെ എന്ത് ഉഭയകക്ഷി ചർച്ചയാ പിറ്റേ ദിവസം നടക്കുന്നത്? അതോടെ തന്നെ ഇപ്പൊ പിന്നെ എന്താ, CPI ആ വിഷയം ഉന്നയിക്കുന്നില്ല, മിണ്ടാതിരിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ കാലത്തും CPM സ്വീകരിച്ചിട്ടുള്ള സമീപനം. പക്ഷേ ഇപ്പൊ ഒന്ന് CPI ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീണ തൈക്കണ്ടിക്കെതിരെയുള്ള ED അന്വേഷണത്തിൽ തങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ കാര്യമാണ്, CPMന്റെ കാര്യമാണ്. അല്ലെങ്കിൽ CPMലെ ഒരു അംഗം പോലും അല്ലല്ലോ വീണ. അതില് CPIക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതിലൊരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധിക്കാനോ CPIക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു വിഭാഗം CPIയിലെ സഹാക്കൾ പറയുന്നത്. അല്ല, അതങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു അന്വേഷണമല്ല, ഇത് വീണയ്ക്കെതിരായ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിന് CPI അധികം സംരക്ഷണം നൽകാനോ അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് പറഞ്ഞോ ഒരു സംരക്ഷണം നൽകണ്ട എന്നൊരു നിലപാടിലാണ് ഈ പറയുന്നത്. ബിനോയ് വിശ്വം അത് പറയില്ല. ബിനോയ് വിശ്വം പറയുന്നത് ED ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കേസ് എന്നാണ്, നിയമത്തിന്റെ വഴിക്കെന്നാണ്.
ഈ CPI സഖാക്കൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഈ കേസ് എങ്ങനെയായിരുന്നാലും ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ചില സഖാക്കൾക്ക് ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഒരു നിലപാട് പറയാനുള്ള ധൈര്യം ബിനോയ് വിശ്വത്തിനില്ല. ബിനോയ് വിശ്വം എന്താ പറയുന്നത്, വീണയ്ക്കെതിരെയുള്ള കേസാണ്, കേന്ദ്ര ഏജൻസികളുടെ നിഷ്പക്ഷതയിൽ സംശയമുണ്ടെന്നും പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയനെയാണെന്ന് ഒരു പറയാതെ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ തെരുവിൽ ഒരു പ്രതിഷേധം നടത്തിയപ്പം MV ഗോവിന്ദനൊപ്പം തൊട്ടടുത്ത് ചെന്ന് ബിനോയ് വിശ്വം പങ്കെടുത്തല്ലോ. അതെന്തുകൊണ്ടാണ്? വീണയെയും പിണറായിയെയും വേട്ടയാടുകയാണ്, പിണറായി വിജയനെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് വീണയ്ക്കെതിരെയുള്ള കേസും റെയ്ഡും അന്വേഷണവും അത് ഇപ്പൊ ചോദ്യം ചെയ്യാനുള്ള സമൻസ് ഒന്ന അങ്ങനെ പറഞ്ഞ് നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഒപ്പം ചെന്ന് ബിനോയ് വിശ്വം നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു പ്രതിരോധം തീർക്കൽ അല്ലെങ്കിൽ CPM വേണ്ടി പ്രതിരോധം തീർക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് K രാജൻ ചെയ്തിട്ടുണ്ട്. അതായത് വയനാട്ടിലെ ടൗൺഷിപ്പിൽ അതിൽ വീടിന്റെ മുകളിൽ ഉത്തരത്തില് ഇതുപോലെ വിള്ളല് വീണിട്ടപ്പോ ആ വിള്ളല് തുടച്ചു കളഞ്ഞ് ഇത് വിള്ളലല്ല, ഇത് വെറും മാർക്കാണ് എന്ന് തെളിയിച്ച്, അതായത് ഒരു ക്യാബിനറ്റിലെ രണ്ടാമത്തെ ഒരു മന്ത്രി ഒരു ഏണിയിൽ കയറി ചുവരിൽ തേച്ച് സാൻഡ് പേപ്പർ വെച്ച് തേച്ച് ഉരച്ച് കാണിച്ച് CPM വെളുപ്പിക്കേണ്ടി വന്നു. അത്രയേറെ വെളുപ്പിക്കൽ ഈ ഒരു CPM വേണ്ടി CPI ചെയ്തു എന്നുള്ളത് ഏറെ ഏത് CPI-കാരനെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ K രാജനെ പോലൊരു ആൾക്കറിയാം CPI എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കുന്നതല്ല. CPM തോളിൽ ചാരിയാണ് എല്ലാ നേട്ടങ്ങളും CPIക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM പിണക്കി അല്ലെങ്കിൽ CPM ശത്രുപക്ഷത്ത് നിർത്തി അവരെ ഒരു വിശ്വാസത്തിലെടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ എത്ര CPI-കാരുണ്ട്? ഇപ്പം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ K രാജന്റെ മണ്ഡലത്തിൽ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ അണികളെ കൊണ്ടോ അംഗങ്ങളെ കൊണ്ടോ മാത്രം ജയിക്കാൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ CPI തോളിൽ ചാരുന്നത് കൊണ്ടാണ് പിണറായി വിജയനെ പിണക്കാനോ ഇതിലൊരു വിമർശനം ഉന്നയിക്കാനോ പോകാത്തത്. പിന്നെ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, വയനാടിന്റെ സകല എല്ലാ രക്ഷാപ്രവർത്തനത്തിനായിരുന്നാലും അതിനുശേഷമുള്ള പുനരധിവാസമുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനത്തിന് മുന്നിൽ നിന്ന ഒരാളാണ് K രാജൻ. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ഈ CPM ലേബർ സംഘടനയായ ഊരാളുങ്കലിന്റെ അഴിമതിയാണ് ഈ K രാജൻ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് തേച്ച് കളഞ്ഞത്. അതിലൊരു കളങ്കം ഒരു ഭാഗം ഈ K രാജനിലേക്ക് പോയിട്ടുമുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഒരു ഭരണകൂട്ടത്തിന്റെ ഒരു സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ K രാജന് മാത്രം മറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ആ കാണുന്ന നാടകങ്ങളും ഒരു മേശപ്പുറത്ത് കയറിയുന്ന അല്ലെങ്കിൽ ഏണിപ്പുറത്ത് കയറിയുന്നത് സാൻഡ് പേപ്പർ കൊണ്ട് മാച്ചിട്ട് പറയുന്നത്. അവിടെ വിള്ളലുണ്ടോ അതിൽ പരിശോധന നടക്കണ്ടേ? എന്നിട്ട് ഈ പറയുന്ന പോലെ മേനി പറയുന്ന പോലെ ഉദ്ഘാടനം നടത്തി എന്നിട്ട് എത്രയും പേർക്കെങ്കിലും അവിടെ താമസിക്കാനുള്ള അവസരം കൊടുക്കും. സർക്കാർ എല്ലാം പറഞ്ഞു പറ്റിക്കാൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺഷിപ്പ് ഇതേ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് എന്താ, ആർക്കും അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ എന്താ പറഞ്ഞത്, ഞങ്ങൾ ടൗൺഷിപ്പ് അല്ല ഉദ്ഘാടനം ചെയ്ത് പട്ടയം കൊടുക്കുകയാണ് ചെയ്തതാണ്. അന്ന് നമ്മൾ കണ്ടതാണ് ഓരോ വീടെണ്ണി DYFI അവിടെ വീട് വരെ കൊടുത്ത പട്ടയം കൊടുത്തവർക്കാണ് വീട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് അവിടെ ഒരു പുനരധിവാസം നടന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ വീഴ്ചയിൽ റവന്യൂ വകുപ്പും പങ്കാളിയാണ്. അപ്പൊ അതിനെ എല്ലാത്തിനെയും കൂടെ മറയ്ക്കുക, CPM-നൊപ്പം ചേർന്ന് നിൽക്കുക, അവരുടെ കൂടി ശക്തി കൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടുക, അധികാരം ലഭിച്ചാൽ അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുക. ഇതാണ് കാലാകാലങ്ങളിൽ CPI ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ വയനാട്ടിലെ ടൗൺഷിപ്പ് ഉണ്ടല്ലോ, ആ ടൗൺഷിപ്പിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഊരാളുങ്കൽ പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ SIT അന്വേഷണം നടക്കുന്ന സമയമാണല്ലോ, ഈ ഒരു ടൗൺഷിപ്പിന്റെ പേരിൽ ഒരു അന്വേഷണം നടന്നാൽ CPM-നൊപ്പം ഈ CPI കൂട്ടുപ്രതി ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ആവില്ല. കാരണം റവന്യൂ വകുപ്പല്ലേ ഭൂമി ഏറ്റെടുത്തത്. ഇതെല്ലാം മുന്നിൽ നിന്ന് ചെയ്യിച്ചതും എല്ലാത്തിനും ഈ റവന്യൂ മിനിസ്റ്റർ അന്നത്തെ മന്ത്രിയായിരുന്ന K രാജനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് വീഴ്ചയുണ്ടോ ആ വീഴ്ചയിൽ CPM-ന് എത്രത്തോളം പങ്കുണ്ടോ അതിന്റെ പകുതി പങ്ക് CPI-ക്കും ഉണ്ടാവും. അന്ന് സർക്കാർ നടത്തിയ അഴിമതിയാണ്. സർക്കാർ നടത്തിയ അഴിമതിയിൽ അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള തുക എടുത്താണ് ഈ ഊരാളുങ്കലിന് കൊടുത്ത് ആ വീടുകൾ അത്രയും പണിത്. ആ വീടുകൾക്ക് ദൗർലഭ്യമുണ്ട് അല്ലെങ്കിൽ വിള്ളലുണ്ട്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞിട്ടും അത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്നാണ് അന്നത്തെ സർക്കാർ പറഞ്ഞിരുന്നത്. അല്ല, അതിലെല്ലാത്തിനും അന്വേഷണം നടത്താമല്ലോ. ജനങ്ങൾക്കിപ്പം എന്താ പറയുക, പുതിയ ഭരണം വന്നിട്ടുണ്ട്, അവിടുത്തെ തന്നെ സ്ഥലം MLA മന്ത്രിയായിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പരാതി ഉന്നയിക്കാം. പരാതി ഉന്നയിച്ചാൽ അതിനകത്ത് കൃത്യമായി അന്വേഷണം നടത്താനുള്ള സംവിധാനമുണ്ട്. ഊരാളുങ്കലിന്റെ ഒരു രാഷ്ട്രീയ സംരക്ഷണം ഇനി കിട്ടാനില്ല. കാരണം പിണറായി വിജയനും എല്ലാം 35 സീറ്റുമായിട്ട് ഒതുങ്ങി മൂലയിലിരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ സംരക്ഷണവും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഉന്നയിക്കാം, പരാതികൾ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് സമീപിക്കാം. അങ്ങനെ ഒരു പരാതി വന്നാൽ CPM മാത്രമല്ല പ്രസ്ഥാനത്ത് വരിക, CPI-യും വരും. കാരണം അവർ ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭരണത്തിൽ നടന്ന എല്ലാ മോശം കാര്യങ്ങൾക്കും CPI ഉത്തരം പറയണം.